ഇവിടെ കഠിനമായ ഒരു ഗണിത പരീക്ഷ നടക്കുകയായിരുന്നു. ഈ പരീക്ഷയിലെ ഒരു ചോദ്യത്തിന് തെറ്റായ ഉത്തരം നൽകാൻ നിങ്ങൾ ധൈര്യപ്പെട്ടാൽ ഈ പ്രോക്ടർ നിങ്ങളെ കൊല്ലും. സമയം 12:15 AM ആയിരുന്നു. ക്ലാസ് മുറിയിൽ ലിസ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. പക്ഷെ അവൾ വിശ്രമിക്കാൻ ധൈര്യപ്പെട്ടില്ല. കാരണം അവൾ ചിന്തിക്കാൻ കൂടുതൽ സമയമെടുത്താലോ തെറ്റായ ഉത്തരം നൽകിയാലോ പ്രോക്ടർ മറ്റുള്ളവരോട് ചെയ്തതുപോലെ തന്നെ അവളോട് പെരുമാറും. പരീക്ഷാ സമയം കഴിയാൻ 1 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്നാൽ ലിസ ഇപ്പോഴും തന്നെ ആൻസർ പേപ്പർ നൽകിയിട്ടില്ല. അവൾ ചോദ്യപേപ്പറിലെ അവസാന ചോദ്യത്തിൽ ആശയക്കുഴപ്പത്തിലായി. ഉടനെ പ്രോക്ടർ അവൾക്ക് നേരെ തണുത്ത് തുളച്ചു കയറുന്ന ഒരു നോട്ടമെറിഞ്ഞു. ലിസയാണ് അടുത്ത ലക്ഷ്യമായി മാറിയതെന്ന് ആ നോട്ടത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പരിഭ്രാന്തിയായിട്ടുള്ള ലിസ അവളുടെ സ്ക്രാച്ച് പേപ്പറിൽ ഭ്രാന്തമായ കണക്കുകൂട്ടലുകൾ എഴുതി. പക്ഷെ ഒരു കശാപ്പുകാരന്റെ തുകൽ കൊണ്ട് നിർമ്മിച്ച ഏപ്രിൽ ധരിച്ച പ്രോക്ടർ അവൾക്ക് കൂടുതൽ സമയം നൽകാനൊന്നും പോകുന്നില്ല. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് നീങ്ങി തുടങ്ങി. ഈ സമ്മർദ്ദത്തിൽ ലിസ പരിഭ്രമിച്ചതുകൊണ്ടാകാം അബദ്ധവശാൽ ലിസയുടെ പെൻസിലിന്റെ ലെഡ് ഒടിഞ്ഞുപോയി. അവൾ ശരിയായ ഉത്തരം കണ്ടെത്തിയിട്ടും പെൻസിലിട്ട് ഇല്ലാതെ അവൾക്ക് പേപ്പറിലേക്ക് അത് പകർത്തി എഴുതാൻ കഴിഞ്ഞില്ല. ലിസയ്ക്ക് എഴുതാൻ കഴിയാത്തത് കണ്ട് അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറായി പ്രോക്ടർ കൈ ഉയർത്തി. ആ നിമിഷം ലിസ അർജന്റീനയുമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു. അവൾ കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ പെൻസിൽ കൈപ്പത്തിയിൽ തിരികെ കുത്തി സ്വന്തം രക്തം കൊണ്ട് ഉത്തരം എഴുതാനായിട്ട് തുടങ്ങി. വാക്കുപോലും മറുപടി പറഞ്ഞില്ല. അവളെ തീവ്രമായി നോക്കി നിന്നു. ലിസ താൻ എഴുതിയ ഉത്തരം തെറ്റിപ്പോയോ എന്ന് തോന്നിയപ്പോഴാണ് പ്രോക്ടർ പതുക്കെ പിന്നോട്ട് മാറിയത്. ലിസ ആശ്വാസത്തോടെ ദീർഘനിശ്വാസം എടുത്തു. അവൾ തന്റെ ചെറിയ ബാക്ക് പാക്ക് എടുത്തു. ധിക്കാര മുഖഭാവത്തോടെ ആ കശാപ്പുകാരനെ നോക്കി ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് നടന്നു. പക്ഷെ അടുത്ത നിമിഷം ലിസ പൂർണ്ണമായി സ്തംഭിച്ചു പോയി. കാരണം വാതിലിന് പുറത്ത് അവളെ കാത്തിരുന്നത് മറ്റൊരു പരീക്ഷയായിരുന്നു.